ജീവൻ നിലനിർത്താൻ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം ആവശ്യമുള്ള നിർധനനായ രോഗിയുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് സ്വദേശിയായ 53 വയസ്സുള്ള രമേശനാണ് ഇതോടെ ദുരിതത്തിലായത്. കഴിഞ്ഞ ദിവസമാണ് KSEB ഉദ്യോഗസ്ഥർ വൈദ്യുതി വിച്ഛേദിച്ചത്. നിലവിൽ വൈദ്യുതി ലഭ്യമല്ലാത്തതിനാൽ രമേശൻ ഓക്സിജൻ ഉപയോഗത്തിനായി അയൽവീടിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. വൈദ്യുതി ബില്ല് കുടിശ്ശിക വരുത്തിയതിനാലാണ് കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് KSEB അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കൂലിപ്പണിക്കാരനായിരുന്ന രമേശിന് 5 വർഷം മുൻപാണ് ശ്വാസം മുട്ട് തുടങ്ങിയത്. ശ്വാസകോശം ചുരുങ്ങുന്ന രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് വീട്ടിൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക യന്ത്രം ഉപയോഗിച്ച് ഓക്സിജൻ എടുക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെ ജോലിക്ക് പോകാനും കഴിയാതെയായി. കൂടാതെ രോഗം മൂർച്ഛിച്ച് 2 തവണ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രതിമാസം ഏകദേശം 2000 രൂപയോളം മരുന്നിനായി മാത്രം ചെലവ് വരുമ്പോഴാണ് 6000 രൂപയുടെ വൈദ്യുതി ബില്ല് കുടിശ്ശികയായത്. ഭാര്യ ശൈല തൊഴിലുറപ്പ് ജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. ഇതിൽ നിന്നാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ലേശ്രിയുടെ പഠന ചെലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അതേസമയം ഒരു ബില്ലിൽ നിയമപ്രകാരം 3000 രൂപയോളം ഇളവ് അനുവദിക്കാറുണ്ടെന്നും നിലവിൽ 2 ബില്ലുകളുടെ തുക അടയ്ക്കാത്തതിനാലാണ് കണക്ഷൻ വിച്ഛേദിച്ചതെന്നുമാണ് KSEB അധികൃതർ വ്യക്തമാക്കുന്നത്. മുൻപ് ജനപ്രതിനിധികൾ ഇടപെട്ട് ബില്ല് ഗഡുക്കളായി അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അത് വീട്ടുകാരോ ജനപ്രതിനിധികളോ പാലിച്ചില്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.